മുസ്ലിയാരുടെ ഹദീസിന്റെ സനദിലുള്ളത് വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? അതേ മുഹമ്മദ് ഖാസിം നാനൂത്തവി, ഖലീൽ അഹമ്മദ് സഹാറംപൂരി പോലെയുള്ള ആളുകളൊക്കെ കാഫിറാണെന്ന് അവരെക്കുറിച്ച് പറയാത്തവനും കാഫിറാണെന്നും അവരെ ബഹുമാനിക്കുന്നവരും കാഫിറാണെന്നും പറയുമ്പോൾ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ വിധി എന്താണ് മുസ്ലിയാക്കളെ? അപ്പൊ പരമ്പരയിലുള്ള ആളുകൾ പോലും മുസ്ലിമീങ്ങളല്ല എന്ന് സമസ്തയുടെ പതാക നിർമ്മിച്ച് അത് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള റവാഖാൻ ബറേൽവി എന്ന് പറയുന്ന നേതാവിന് അഭിപ്രായമുണ്ടെങ്കിൽ പാരമ്പര്യം എവിടെ പോയി? അതുകൊണ്ട് മുജാഹിദുകളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇങ്ങോട്ടുള്ള പാരമ്പര്യമാണ് അവകാശപ്പെടുന്നത്. കേവലം അവകാശവാദമല്ല, അത് 100% യാഥാർത്ഥ്യമാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജൈത്രയാത്ര തുടരണം. നമ്മൾ നിഷ്ക്രിയരാകാനാണ് ഇവിടെ പലരും ഗൂഢാലോചന നടത്തുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും നിഷ്ക്രിയരായി കൂടാ. നമ്മളിവിടെ അലസരായാൽ ഇവിടെ പൂജകൾ ഇവിടെ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കേട്ടില്ലേ നിങ്ങൾ? അതേ ശൈഖ് മടവൂരിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്താണ്? ഈ ജില്ലയിൽ അടക്കം ചെയ്യപ്പെട്ട അതേ ശൈഖ് മടവൂർ എന്ന് പറയുന്ന മടവൂർ ശൈഖിന്റെ ഫോട്ടോ ചില തങ്ങന്മാരുടെ സിറ്റ് ഔട്ടിൽ ഉണ്ടത്രേ. ആ സിറ്റ് ഔട്ടിലുള്ള ഫോട്ടോയിലേക്ക് കുറച്ചു നേരം നമ്മളൊന്ന് ഭക്തിയോടെ നോക്കി നിന്നാൽ ആ ഫോട്ടോക്ക് ജീവൻ വെക്കുന്നത് കാണാം. ആ ഫോട്ടോയുടെ മടവൂർ ശൈഖിന്റെ തുറന്നിട്ട കണ്ണുകൾ ഇങ്ങനെ ഇളകുന്നുണ്ടത്രേ. എവിടെ എത്തി? ഫോട്ടോ വെച്ച് പൂജിക്കുന്ന കാലത്തേക്ക് എത്തുകയാണ്. പെണ്ണുങ്ങളെ കൊണ്ട് കാലി തടവിക്കുന്ന ഔലിയാക്കളില്ലേ പലയിടങ്ങളിലും. കാസർഗോഡ് വെച്ച് അതേ സമസ്തയുടെ മുഷാവറ മെമ്പറും അല്ലാത്തവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവരെ എല്ലാ കാര്യത്തിനും നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഔലിയാക്കന്മാരുടെ കാല് അന്യ പെണ്ണ് തടവിക്കൊടുക്കുന്നുണ്ടെങ്കിൽ മൗലൈമാരെ നിങ്ങൾക്ക് എന്താ ഛേദം? ആ പെണ്ണിന്റെ കൈയിന്റെ അസുഖം മാറാനുള്ള മരുന്നാണ് പോലും അത്. ഇന്നാലില്ലോ എവിടെ എത്തി സമുദായം എന്ന് ചിന്തിക്കണം. ഈ അർത്ഥത്തിൽ ഇങ്ങനെ ലോകത്തിന്റെ കൺട്രോൾ മുഴുവനും മൂപ്പർക്കാണ്. ട്രെയിനുകൾ നിയന്ത്രിക്കുന്നു, ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്നു, എല്ലാം മൂപ്പരാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് മുജാഹിദുകളെ വിശ്രമിക്കാനായിട്ടില്ല. അക്ഷയുടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ കോട്ടകൊത്തളങ്ങൾ ഇവിടെ കുലുങ്ങി വിറക്കുന്നുണ്ട്. മർക്കസിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്കിടയിൽ ആഭ്യന്തര കലഹങ്ങളുണ്ട്. മുദബ്ബിറുൽ ആലം എന്ന് പറയണം എന്ന് ഒരു കൂട്ടർ സഖാഫിമാരെ. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുമെന്ന് ശറഹുൽ മഖാസിദ് പോലെയുള്ള അഖീദയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് പേരോട് മുസ്ലിയാരടക്കമുള്ള സഖാഫിമാര് എവിടെ എത്തി? സ്വന്തം ഉസ്താദിനെ മുശ്രിക്കാക്കുന്ന അവസ്ഥയിലേക്കെത്തി. അതേപോലെ തന്നെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ. ഇസ്തിഗാസ അത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിലും അതത്ര ചെയ്യേണ്ട കാര്യമല്ല. മഹാന്മാർ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുമെന്നൊന്നും ഉറപ്പില്ല എന്ന് അതേ ഇവരുടെ അകത്തളങ്ങളിൽ നിന്ന് അടക്കി പിടിച്ച സംസാരമെത്തി. ഇതൊന്നും വെറുതെ വന്നതല്ല. ഈ പ്രസ്ഥാനം ലോകത്തതാ കേരളത്തിൽ മുഴുവനും അവിടെ മുസ്ലിമീങ്ങൾ എവിടെയൊക്കെയുണ്ടോ മലയാളികൾ അവിടെയൊക്കെ അതിശക്തമായി ഈ ആദർശത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദർശത്തിൻ്റെ ജൈത്രയാത്ര മുറുകെ പിടിക്കണം. പ്രാർത്ഥനയോടുകൂടി മാത്രമേ നമ്മളെപ്പോഴും നമ്മുടെ കാവൽ നമുക്ക് രക്ഷ അല്ലാഹുവാണ്. എവിടെ വെച്ചും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ റഹ്മാനായ റബ്ബല്ലാതെ നമുക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവനും വിശുദ്ധി പാലിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പേ അധിക സമയവും പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥന കൂടി ഞാൻ എൻ്റെ ഈ മഹാസദസ്സിനെ കേൾപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക് വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക. അതേപോലെ തന്നെ ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا.
ആ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നില്ലേ? എന്തുമാത്രം വലിയ ആശയമാണ്. ഈ സദസ്സ് വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബിനോട് നമ്മൾ മനസ്സ് പൊട്ടി തേടുകയാണ്. റബ്ബേ, ജീവിതത്തിൽ നീ എനിക്ക് ഭയപ്പെടണം. ഏറ്റവും കൂടുതൽ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഏത് മുസീബത്തുകൾ ഉണ്ടായാലും സഹിക്കാനും ക്ഷമിക്കാനും കഴിയും വിധത്തിലുള്ള തഖ്വയും ഈമാനികമായ ദാർഢ്യതയും നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ മുഴു ചിന്തയും ദുന്യാവായി പോകരുത് റബ്ബേ. ഞങ്ങളുടെ എല്ലാ രൂപത്തിലുമുള്ള ലക്ഷ്യം ആഖിറത്തിലേക്ക് നീ ഞങ്ങളെ മാറ്റിത്തരണമേ അല്ലാ. ആ ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഞങ്ങളെ നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നവരുണ്ട്, ഞങ്ങളെ പുറത്താക്കുമെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കാരോടും ദേഷ്യമില്ല, പക്ഷേ ഞങ്ങളെ ദ്രോഹിക്കാൻ വരുന്നവരെ നീ ഇടപെടണേ അല്ലാ. അതാണ് നമ്മൾ റബ്ബിനോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളോട് കരുണ കാണിക്കാത്ത, ഞങ്ങളോട് നീതി കാണിക്കാത്ത ഭരണാധികാരികളെ നീ ഞങ്ങളുടെ മേൽ ചുമതലപ്പെടുത്തരുതേ എന്നും ഇങ്ങനെ അർത്ഥസമ്പൂർണമായ ആശയഗംഭീരമായ എത്രയോ പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥന പറയാതെ മിക്കവാറും ഒരു സദസ്സില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പോകാറ് പതിവില്ല എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ നമുക്ക് ദിക്റുകൾ ചൊല്ലാനുണ്ട്. രാത്രി ഉറങ്ങുന്ന അവസരത്തിൽ അവസാനം പറയേണ്ട വാക്കും ഈ നമ്മുടെ ഈ സത്യസാക്ഷ്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. നീ ഇറക്കിയിട്ടുള്ള നിന്റെ കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ അയച്ചു തന്ന നിന്റെ നബിയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാ. ഇതും പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ, ആ രാത്രിയിലെങ്ങാനും ഞാനോ നിങ്ങളോ മരണം വരിച്ചു കഴിഞ്ഞാൽ ശുദ്ധ പ്രകൃതിയോടെ സ്വർഗാവകാശിയായിക്കൊണ്ടുള്ള അന്ത്യമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മുത്ത മുസ്തഫ പറയുമ്പോ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള എല്ലാ അർത്ഥത്തിലും പാപമോചനം തരണമേ എന്ന് പറയുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന ദുആ, അത് പകലിലും അതുപോലെ തന്നെ രാത്രിയിലും മറക്കാതെ മിനിമം ഓരോ തവണയെങ്കിലും ചൊല്ലിയാൽ ഏത് സമയത്താണ് മരിക്കുന്നതെങ്കിലും അവൻ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. ഇത് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ തന്ന ഓഫറാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് കൃത്യമായ അജണ്ടകളുണ്ട്. ആ അജണ്ടയിലേക്ക് മറ്റാരും നമ്മെ പിടിച്ചു മറ്റുള്ള അജണ്ടകളിലേക്ക് കൊണ്ടുപോകാൻ ഇടവരുത്തേണ്ടതില്ല. നമുക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്. അത് ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ നടപ്പിൽ വരുത്തണം. ഓരോ മഹല്ലിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കൃത്യമായ പ്രഖ്യാപനങ്ങൾ നമ്മൾ വിശദീകരിക്കണം. ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കണം, സുന്നത്ത് പഠിപ്പിക്കണം. അങ്ങനെ സമൂഹത്തോട് കൃത്യമായി തന്നെ ആദർശങ്ങളും ആശയങ്ങളും പറയുമ്പോൾ ആരുടെ പരിഹാസങ്ങളെയും കുത്തുവാക്കുകളെയും ഒന്നും പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയം നമുക്കുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ തിരിച്ചു പോയിട്ട് നിങ്ങളുടെ ഓരോ മഹല്ലുകളിലും ഗ്രാമാന്തരങ്ങളിലും ഈ സത്യസാക്ഷ്യത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കണേ. ദുആയോടെ മുന്നേറണേ, തവക്കുലോടെ ജീവിക്കണേ. മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അവർക്ക് കടമകൾ ചെയ്തു കൊടുത്തുകൊണ്ട് വഫാത്തായ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ സർവ്വ പ്രാർത്ഥനകളിലും അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, അതേപോലെ തന്നെ സർവ്വജനങ്ങളോടും സൗഹാർദ്ദം പുലർത്തിക്കൊണ്ട്, അന്യ സമുദായത്തിലെ ആളുകളാണെങ്കിലും അവരോടും നമുക്കുള്ള കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബാധ്യതകൾ എപ്രകാരമാണോ ഏറ്റെടുത്തിട്ടുള്ളത് അപ്രകാരം തന്നെ ബാധ്യതകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ആയിരങ്ങളുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, കഷ്ടപ്പാടുകളുള്ളവരുണ്ട്.
ഒരുപാട് പ്രതിസന്ധികളാൽ ഇവിടെ വരാൻ കഴിയാത്തവരുമുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ എല്ലാ അർത്ഥത്തിലുമുള്ള ശിഫയും സമാധാനവും സന്തോഷവും നൽകണേ. ഞങ്ങളുടെ സഹോദരങ്ങളതാ അങ്ങ് തുർക്കിയിലും സിറിയയിലെയും ഭൂകമ്പത്തിൽ പെട്ടുകൊണ്ട് ബിൽഡിങ്ങുകൾക്കകത്ത് വെച്ച് മരിച്ചുകൊണ്ട് ശുഹദാക്കളാണ് അവരെന്ന് റസൂലുള്ള പറഞ്ഞ പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ശുഹദാക്കളുടെ പദവി നൽകണേ. അവരിൽ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്, മുലയൂട്ടാൻ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. കുഞ്ഞു പെങ്ങൾ തൻ്റെ അനിയത്തി കുട്ടിക്ക് വെറുതെ ഇങ്ങനെ തൻ്റെ ഷർട്ട് പൊക്കി കൊടുത്തുകൊണ്ട് കരയുന്ന കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചുബാലികയുടെ ആ ചിത്രം കണ്ടിട്ട് കരയാത്ത ഏത് മനുഷ്യരായി ലോകത്തുള്ളത്? അർഹമുർറാഹിമീനായ റബ്ബ് അവർക്ക് സമാധാനം നൽകട്ടെ. ഭൂമിയാണ്, അത് തുർക്കിയിൽ ഒതുങ്ങില്ല, സിറിയയിൽ ഒതുങ്ങില്ല. നമ്മളൊക്കെ ഭൂമി പുറത്താണ് ജീവിക്കുന്നത്. എവിടെയും എന്തും സംഭവിക്കാം. പ്രിയമുള്ളവരെ, അർഹമുർറാഹിമീനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും വിജയവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി